പ്രൈസ് ദ ലോർഡ്. യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം അധ്യായം 5, 19 മുതൽ ഉള്ള വാക്യങ്ങൾ. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. യാക്കോബ് പുസ്തകത്തിലൂടെ യാക്കോബ് നമ്മൾ ആവശ്യപ്പെടുകയാണ്, അതേസമയം നമ്മളെ ബോധിപ്പിക്കുകയുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നിരവധിയായ പാപങ്ങൾ തുടച്ചു നീക്കപ്പെടുകയും മരണാർഹമായ ആത്മാവിൻ്റെ ഉണർവിന് വേണ്ടി, ആത്മാവിൽ ജനിക്കുവാൻ വേണ്ടി നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ, എന്താണ് സത്യം എന്ന് നാം അറിഞ്ഞിരിക്കണം. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം 14 വാക്യം 6 ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. യേശുവാകുന്ന സത്യത്തിൻ്റെ വഴിയിലൂടെ, സത്യം ഒരുപക്ഷെ ഒരുവൻ മനസ്സിലാക്കുവാൻ മറ്റുള്ളവരാൽ മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയാതെ പോവുകയോ, സ്വയം വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയോ, അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അവനെ തെറ്റായ മാർഗത്തിൽ യേശുവാകുന്ന സത്യമാകുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവൻ വിശ്വാസത്തിൽ നിന്ന് മാറിയിരിക്കുകയാണെങ്കിൽ, അവനെ തിരുവചനങ്ങൾ നൽകിക്കൊണ്ടും സതുപദേശങ്ങൾ നൽകിക്കൊണ്ടും യേശുവിനെ കുറിച്ചുള്ള ചിന്തകളാൽ അവന് തിരുവചനങ്ങൾ നൽകിക്കൊണ്ടും അവൻ തിരിച്ചു വരികയാണെങ്കിൽ, നാം ഓരോരുത്തരും സുവിശേഷ വേല ചെയ്യുമ്പോൾ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതായ കടമയാണ് തിരുവചനം കൊടുക്കുക, ദൈവവചനം പ്രസംഗിക്കുക. അത് വഴിയോരങ്ങളിലാകാം, അതായത് നാൽക്കവലകളിലാകാം, വ്യക്തിപരമായി ഓരോരുത്തരെയും കാണുമ്പോൾ അവന് നാം ജീവൻ്റെ വചനങ്ങൾ നൽകുമ്പോൾ അവൻ യേശുക്രിസ്തുവിലേക്ക് തിരിച്ചു വരും. നാം വചനം അവന് കൊടുത്താൽ മാത്രം മതി. അവൻ വിശ്വാസത്താൽ ദൈവത്തിലേക്ക്, സത്യത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുന്ന ആ സമയങ്ങളിൽ നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവവചനം കേൾക്കുന്ന ഓരോ മക്കളും സത്യമാകുന്ന ക്രിസ്തുവിലേക്ക് തിരിച്ചു വരുമ്പോൾ, ആ വചനം കൊടുത്ത് തിരിച്ചു വരുവാൻ ആരോ പ്രേരിപ്പിച്ചു എങ്കിൽ, ആ പ്രേരിപ്പിച്ചവൻ്റെ, സുവിശേഷ വേല ചെയ്തവൻ്റെ അനേകം പാപങ്ങൾ തുടച്ചു നീക്കപ്പെടുകയും തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാനാണ് യാക്കോബ് എഴുതിയ പുസ്തകത്തിലൂടെ നാം വായിച്ചു കേട്ട 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം വചനം കൊടുത്താൽ മാത്രം മതി. അത് കേൾക്കുന്ന ഒരുവൻ ദൈവവിശ്വാസത്തിലേക്ക്, സത്യത്തിൻ്റെ വിശ്വാസത്തിലേക്ക് അവൻ കടന്നു വരിക തന്നെ ചെയ്യും. ആത്മാവിൻ്റെ അഭിഷേകം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുള്ള 1-ാം അധ്യായം, ദൈവത്തിൻ്റെ ചൈതന്യം ജലോപരി ചലിച്ചുകൊണ്ടിരുന്നു. അത് തന്നെയാണ് ഈ തിരുവചനം നാം ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ, സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ, രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, മാനുഷികമായി മനം തകർന്ന് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ജീവൻ്റെ വചനങ്ങൾ നൽകുമ്പോൾ, അവൻ ഉന്മേഷം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക്, സത്യത്തിലേക്ക് അവൻ സ്വയം തിരിച്ചു വരിക തന്നെ ചെയ്യും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അത് നൽകിയവൻ്റെ പാപങ്ങൾ, മരണാർഹമായ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷ പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാനും
അവൻ്റെ പാപങ്ങൾ തുടച്ചു നീക്കി അവൻ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെട്ട് യേശുവിൽ ക്രിസ്തുവിലൂടെ വളരുകയും ചെയ്യുന്നു. ആയതിനു വേണ്ടി നാം ഓരോരുത്തരും സുവിശേഷവേല, തിരുവചനങ്ങൾ നൽകുക. ആയതിനു വേണ്ടി നാം ഓരോരുത്തരും വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കുക, ഹൃദയസ്ഥമാക്കുക. അങ്ങനെ യേശുവിൻ്റെ സുവിശേഷവേല ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. പ്രാർത്ഥനയാൽ നാം ഓരോരുത്തരും വീണ്ടും ജനിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.